എൻ്റെ പേര് അശ്വതി, തേവരയിലാണ് സ്ഥലം. ഞാൻ 2021 ഒക്ടോബർ 2-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞങ്ങൾ കൊറോണയുടെ സമയത്തായതുകൊണ്ട് ഇവിടെ പള്ളി തുറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി എല്ലാ ദിവസവും ഈ പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നപ്പം ഈ പള്ളി തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റുന്നത്. അപ്പം ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ എഴുതാനിരുന്ന ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ UK പോകാൻ പോകുവാണോ എന്ന്. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അപ്പം ഞങ്ങൾക്ക് വിദേശത്ത് പോയാൽ നല്ലതാണ് എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ ഉടമ്പടിയിൽ ആവശ്യങ്ങൾ എഴുതിയപ്പോൾ ഞങ്ങൾക്ക് UK പോകണം എന്നെഴുതി. അതെങ്ങനെ പോകും ഒന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അമ്മയുടെ ഉടമ്പടിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിയപ്പോൾ ഇത് ഞങ്ങൾ എഴുതി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഏജൻസി മുഖേന എനിക്കൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ വന്നു. പക്ഷെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ഏജൻസി പൂട്ടിപ്പോയി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ധനനഷ്ടം ഉണ്ടായി. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. എനിക്കൊന്ന് അച്ഛനെ കണ്ട് ഒരു മെസ്സേജ് എടുത്തിരുന്നെങ്കിൽ എന്ന് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ മാനേജർ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അവരെ കയറ്റി വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, എനിക്കിനി പോകണം എന്നില്ല. അപ്പം ഞാൻ പൈസ തിരിച്ച് കിട്ടിയാൽ മതി. അപ്പം ഞാൻ തിരിച്ച് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി പോകാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ പാസ്പോർട്ട് വാങ്ങിയിട്ട് മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ടുപോയി മുട്ടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, നിനക്ക് പൈസ മാത്രം തിരിച്ച് കിട്ടിയാൽ മതിയോ, നീ ആഗ്രഹിച്ചെടുത്ത് നിനക്ക് എത്തണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണീരോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക. കാരണം എനിക്കിനി എന്ത് പറയണം എന്നെനിക്കറിയില്ല. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താണോ ആഗ്രഹിച്ചത് അവിടെ പരിശുദ്ധ അമ്മ നിന്നെ എത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പത്രം വാങ്ങി എല്ലായിടത്തും ഞങ്ങൾ എറണാകുളം ഹോസ്പിറ്റൽ, തൃപ്പൂണിത്തറ ഹോസ്പിറ്റൽ, കൂടാതെ പെരുമ്പാവൂർ, തൊടുപുഴ, ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പത്രമായിട്ട് പോകും, എല്ലാവർക്കും കൊടുക്കും. എൻ്റെ ഹസ്ബൻഡ് തമിഴ് പേപ്പറൊക്കെ വാങ്ങി കോയമ്പത്തൂരൊക്കെ കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് എല്ലാവർക്കും കൊടുക്കും. ഞങ്ങളുടെ മുമ്പിൽ സഹായം ചോദിച്ചു വരുന്ന ആരെയും ഞങ്ങൾ നിരാശപ്പെടുത്താറില്ല. അങ്ങനെ ഉടമ്പടിയിൽ തുടർന്നിരിക്കെ 1 മാസത്തിനുള്ളിൽ തന്നെ, ഞാൻ അച്ഛനെ കണ്ട 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ആ സമയത്ത് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ നല്ല ഭയം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഉപ്പ് ഞാൻ ആ സിസ്റ്റത്തിൽ ഫുള്ള് വിതറി തൈലം വെച്ച് സിസ്റ്റത്തിൽ കുരിശ് വരച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഓരോ ഉത്തരങ്ങളും എന്താണ് പറഞ്ഞതെന്നും കൂടി എനിക്കറിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് അവർ പറയുന്നത് ശരിക്കും മനസ്സിലാകുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അതിനു മുമ്പൊക്കെ ഇവിടെയാണല്ലോ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ തൈലം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുരിശിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു സിസ്റ്റത്തിൽ. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് റിസൾട്ട് അറിയണ്ടേ? അപ്പോൾ 25 ക്വസ്റ്റ്യനാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അവരെൻ്റെ ചിരിച്ചുകൊണ്ട് ആ പേപ്പർ പൊക്കി പിടിച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, 24 നീ ശരിയായിട്ടാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, നീ സെലക്റ്റഡ് ആണു എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്പോൺസർഷിപ്പ് വന്നു, വിസ വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നവംബറിലാണ്. ഡിസംബറിൽ തന്നെ ഞാൻ UK എത്തുകയും ചെയ്തു. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് ഞാൻ എത്തിയത്. അത് പരിശുദ്ധ അമ്മയുടെ ഒത്തിരി അനുഗ്രഹം. ഞങ്ങൾ 3 പേരും അവിടെ അമ്മയുടെ അനുഗ്രഹത്താൽ എത്തിപ്പെട്ടു. ഞങ്ങൾ അവിടെയും ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഉടമ്പടിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും പിന്നോട്ട് പോയിട്ടില്ല. ഉടമ്പടി വസ്തുക്കളെല്ലാം മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തിൽ ഞങ്ങളൊരു GP അപ്പോയിൻമെൻറ്റ് പോലും എടുത്തിട്ടില്ല. എന്തു വന്നാലും പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലും തേനും മാത്രമാണ് ഞങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ആര് ലീവിന് വന്നാലും എന്നോട് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് കൃപാസനം പേപ്പർ വാങ്ങിക്കൊണ്ട് വന്നാൽ മതി. പേപ്പർ കൊടുക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ അവിടെ കൂടുതലും കാത്തോലിക്കരില്ല. അപ്പം ഞാൻ പെന്തക്കോസ്തരാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് അവർക്ക് വായിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവരെൻ്റെ അടുത്ത് ആ പേപ്പർ ചോദിക്കും എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ വായിച്ചു കൊടുക്കും. ചിലർക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഞാൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പത്രം കൊണ്ടുവന്ന് തരാമെന്ന് പറയും. അങ്ങനെ ഉടമ്പടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ വിസ കാലാവധി തീരാറായി.
അപ്പം കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, ഞങ്ങൾക്ക് സാലറി ഡിലേ ആയി. കമ്പനിയുടെ അകത്ത് എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇവരെൻ്റെ എക്സ്റ്റൻഷനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നുമില്ല. അങ്ങനെ 20 ദിവസം മാത്രം ബാക്കി നിൽക്കെ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു, പരിശുദ്ധ അമ്മേ, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ, എൻ്റെ മുമ്പിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ, 20 ദിവസമുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കമ്പനിയിലുള്ളവർ എൻ്റെ അടുത്ത് ഒന്നും പറയുന്നില്ല, അവർ പുതുക്കി തരാമെന്നോ പറയുന്നില്ല, തരില്ലെന്നോ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഉടമ്പടി മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്ന് ഞാൻ പറയുന്ന ആ സെക്കൻഡ് തന്നെ അച്ഛൻ ആ പ്രാർത്ഥനയിൽ തിരിച്ചു പറയുവാണ്, പരിശുദ്ധ അമ്മേ, ഉടമ്പടി മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് വിസ എക്സ്റ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കാര്യത്തിൽ മാതാവ് തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പം ഞാൻ കൃപാസനം പേപ്പർ എടുത്തിട്ട് പോകും. എനിക്ക് കിട്ടുന്ന ചെറിയ ബ്രേക്കിലെല്ലാം ഞാൻ എല്ലാ വഴിയിലൊക്കെ നടന്ന് കൃപാസനം പേപ്പർ കൊടുക്കും. ഞാൻ വായിച്ചു കൊടുക്കും, കാരണം വെറുതെ കൊടുത്താൽ അവർ വാങ്ങില്ല. വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആവും, അപ്പോൾ അവരെന്തായാലും എൻ്റെ അടുത്തുനിന്ന് വാങ്ങും. അപ്പം ഞാനത് വായിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ കമ്പനിയിൽ നിന്ന് 20 ദിവസമേ ബാക്കിയുള്ളൂ. എൻ്റെ കമ്പനി മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വൈകുന്നേരം ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഉപ്പും തൈലും എല്ലാം എൻ്റെ കയ്യിൽ കരുതി, കാരണം അവരെന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം വിസ തരില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഇനി ഒരു ഓപ്ഷനില്ല. കാരണം 20 ദിവസം അല്ല 20 മാസം ഉണ്ടെങ്കിൽ പോലും പുതിയൊരു സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പോസിബിൾ അല്ല. അപ്പോൾ ഈ 20 ദിവസത്തിൽ അവരെന്താണ് എൻ്റെ അടുത്ത് പറയാൻ പോണതെന്ന് എനിക്കറിയില്ല. കാരണം കമ്പനിയുടെ അകത്ത് കുറച്ച് ഇഷ്യൂസ് ആ സമയത്തുണ്ട്, കുറച്ച് കംപ്ലയിൻസ് എല്ലാം അതോറിറ്റിയിലേക്ക് പോകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഉപ്പെടുത്തിട്ട് പോയി. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ രജിസ്റ്റേർഡ് മാനേജർ അവിടെ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുവാണ്. അപ്പം ഞാൻ ഇവർ കാണാതെ തന്നെ ഞാൻ കുറച്ച് ഉപ്പെടുത്തിട്ട് ആ സിസ്റ്റത്തിൽ ആ ബട്ടണിലോട്ട് അങ്ങ് ഞാൻ വിതറി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൈലത്തിൽ ഞാൻ മുറുക്കി പിടിച്ചു. ലോക്കറ്റ് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ കഴുത്തിലിട്ടതാണ്, ഞാൻ ഊരിയിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരെൻ്റെ മുഖത്തോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നീ അരമണിക്കൂർ വെയിറ്റ് ചെയ്യും, നിൻ്റെ സ്പോൺസർഷിപ്പ് ഞങ്ങൾ ഇപ്പം തരാമെന്ന്. അങ്ങനെ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടി. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോഴും അവിടെ റൂളൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ സക്സസ്ഫുള്ളായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒക്ടോബർ 25 എൻ്റെ വിസ തീരും. അപ്പം ഞാൻ പരിശുദ്ധ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എന്തായാലും എനിക്ക് അമ്മയുടെ റാലിക്ക് വരണം, അപ്പം എനിക്ക് സന്തോഷത്തോടെ വരാൻ പറ്റണേ അമ്മ. കിട്ടിയില്ലെങ്കിലും ഞാൻ വരും, കാരണം ഉടമ്പടി എന്ന് പറയണത് വിസ കിട്ടുക എന്നുള്ളതല്ലല്ലോ, ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റുന്നതൊരു മഹാഭാഗ്യമാണ്. അപ്പം ഞാൻ കിട്ടിയില്ലെങ്കിലും വരും, പക്ഷേ അമ്മയുടെ റാലിയിൽ നടക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ നടക്കാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു ഡേറ്റ് ഇട്ടു, ഒക്ടോബർ 14 എനിക്ക് വിസ വരണേ അമ്മ, ഞങ്ങളുടെ 3 പേരുടെയും വരണേന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ നിൻ്റെ മാത്രമായിരിക്കും വരുന്നത്, ഡിപ്പെൻസിൻ്റെ അൺസക്സസ്ഫുള്ളായിട്ട് വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അമ്മയിൽ ഉറച്ചു വിശ്വസിച്ചു, ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോയി. ഈ 13 വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ 14 എനിക്ക് ഞാൻ ഡേറ്റ് ഇട്ടത് നാളെയാണെന്ന് പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ദയനീയമായിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. കാരണം ഒരു രാത്രിയേ ഉള്ളൂ. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇറങ്ങാൻ നേരത്ത് കൃപാസനം പേപ്പർ എടുത്തിട്ട് ഇറങ്ങി. എനിക്ക് പത്രം കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. പത്രം കൊടുക്കുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, അമ്മേനെക്കുറിച്ച് ഒരാളോട് പറയുമ്പം ഭയങ്കര സംതൃപ്തിയാണ്. അപ്പം ഞാൻ അന്നും പത്രം കയ്യിലെടുത്ത് ഇറങ്ങി. അങ്ങനെ 14 11 മണിയായപ്പം ഞാൻ അമ്മയുടെ പ്രാർത്ഥന ഇങ്ങനെ മൊബൈലിൽ കേട്ടോണ്ടിരിക്കുമ്പം എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ മെയിൽ പോപ്പപ്പായിട്ട് മെസ്സേജ് വന്നു, നിൻ്റെ വിസ സക്സസ്ഫുള്ളാണ്, അതെല്ലാവരും 1 വർഷമൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് 3 വർഷത്തേക്ക് സക്സസ്ഫുള്ളായിട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ മാനേജറെ വിളിച്ചു പറഞ്ഞു, എൻ്റെ വിസ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ആ ഫോണിൽ കൂടി ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു യുവർ കൃപാസന അമ്മ എന്ന്. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും പറയും അവർ പെന്തക്കോസ്തരാണ്, പക്ഷെ ഞാൻ പറയും പരിശുദ്ധ അമ്മയാണ് എന്നെ നിലനിർത്തണേന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും ഞങ്ങൾക്ക് 3 പേർക്കും 3 വർഷത്തേക്ക് വിസ ഒരു തടസ്സവും കൂടാതെ എക്സ്റ്റെൻഡ് ആയിട്ട് വന്നു. എനിക്കാണെങ്കിൽ 1 രൂപ പോലും ചിലവായും ഇല്ല, എല്ലാ പൈസയും കമ്പനി തന്നെയാണ് വഹിച്ചത്. അപ്പം ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു നടുവിന് ഭയങ്കര വേദനയായിരുന്നു. ഞങ്ങൾ ഒരു മരുന്നും കഴിച്ചില്ല, വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ഒരുപാട് ഉഴിച്ചിലൊക്കെ നടത്തിയിരുന്നു, പക്ഷെ ഒരു ഗുണവും കണ്ടില്ല. അവസാനം ഞങ്ങൾ മരുന്നെല്ലാം നിർത്തി പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് അത് പരിപൂർണമായിട്ട് സുഖപ്പെട്ടു.
ഹസ്ബൻഡിൻ്റെ തൊണ്ടയിൽ കുരു വന്നപ്പോഴും ബയോപ്സി ടെസ്റ്റിനെല്ലാം പറഞ്ഞിരുന്നു. അപ്പോഴും ആ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എല്ലാം പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ മാത്രമാണ്. കാരണം അവിടെ ഞങ്ങളൊരു GP അപ്പോയിൻമെൻറ്റ് പോലും എടുത്തിട്ടില്ല. ഒരു പല്ലുവേദന വന്നാൽ കൂടി ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ സെക്കൻഡിൽ തന്നെ മാറും. ഒരുപാട് അനുഗ്രഹങ്ങൾ 2021 മുതൽ ഞങ്ങൾ ഉടമ്പടിയിലാണ്. ഉടമ്പടിയിൽ വന്നതുകൊണ്ട് നമ്മൾക്കൊരു ധൈര്യം, പരിശുദ്ധ അമ്മ ഉണ്ടാകും, എന്ത് സംഭവിച്ചാലും അമ്മ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകും. പിന്നെ ഞങ്ങൾക്ക് വാക്കുകളില്ല. കാരണം അമ്മ ഓരോ സമയവും അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. മുല്ലപ്പൂ സുഗന്ധം എല്ലാം കിട്ടും. ഇതിനെല്ലാം മുമ്പ് 1-2 ആഴ്ച മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കടൽപ്പുറം, അവിടെ ഒരു കപ്പേള, അതിൻ്റെ പുറത്ത് അച്ഛൻ നിൽക്കുവാണ്, VP ജോസഫ് അച്ഛൻ. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാതാവ് അകത്തുണ്ട്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ കാര്യങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. മാതാവ് ഇറങ്ങി വന്നപ്പം അമ്മ 6 അടി പൊക്കമുള്ള ഈ കളർ ഉടുപ്പിട്ടിട്ട് അമ്മ ഇറങ്ങി വന്നു. അമ്മയുടെ ഒരു കണ്ണ് ഫുള്ള് കടലെരമ്പും പോലെയാണ് എനിക്ക് തോന്നിയത്, ഒരു കണ്ണ് സാധാരണ പോലെ. ആ അമ്മ തിരിഞ്ഞ് എന്നെ നോക്കിയിട്ട്, എന്നെ തിരിഞ്ഞു നോക്കി അമ്മ മുഖം കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കും പോലെ ഒരു ആംഗ്യം കാണിച്ചിട്ട് അമ്മ അങ്ങ് വളരെ സ്പീഡിൽ നടന്നു. അമ്മയുടെ കയ്യിൽ കൊന്തയുണ്ട്, അതിൻ്റെ പുറകിൽ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ നടക്കുവാണ്. അമ്മയുടെ ഒപ്പം എത്താൻ ആർക്കും പറ്റുന്നില്ല, അത്രയും സ്പീഡിൽ അമ്മ കൊന്ത ചൊല്ലി നടക്കുവാണ്. ഞാൻ വെളുപ്പിന് 5:30 വരെ ഈ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. ഇത് സ്വപ്നമാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ഞാൻ പരിപൂർണമായ ഉറക്കത്തിലായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് അമ്മ അന്നേ നിശ്ചയിച്ചിരുന്നു ഞാൻ സന്തോഷത്തോടെ ജപമാല റാലിയിൽ പങ്കെടുക്കുമെന്ന്. എനിക്ക് വിസ പുതുക്കി കിട്ടിയില്ലെങ്കിലും ഞാൻ വരുമായിരുന്നു, കാരണം എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം. ഞാൻ ആ 14-ാം തീയതി തന്നെ ടിക്കറ്റ് എടുത്തു. ഞാൻ അമ്മയുടെ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം, ഈ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഞങ്ങളെ നയിക്കുന്നതും ഞങ്ങളെ പരിപാലിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. ഈ ഒരു പരിഭാവനമായ അൾത്താരയിൽ കയറി നിൽക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ഞങ്ങൾ രൂപപ്പെടുത്തുവാണ്. ഉടമ്പടി എടുത്തേ പിന്നെ നമുക്ക് ചെറിയൊരു ദേഷ്യമുള്ള ആരെങ്കിലും കണ്ടാൽ കൂടി ഉള്ളിൽ ഭയങ്കര സ്നേഹം തോന്നും അവരോട്. അതെനിക്ക് മനസ്സിലാക്കാനേ പറ്റാറില്ല. എനിക്ക് ദേഷ്യം അങ്ങനെ അധികം ഇല്ല, എന്നാലും ചെറിയൊരു ദേഷ്യമുള്ളവരെ കണ്ടാൽ കൂടി അവരെ പോയി കെട്ടിപ്പിടിക്കുക. അതെങ്ങനെയാണ് അമ്മ അത്രയും രൂപപ്പെടുത്തി എടുത്തതെന്നാണ് എനിക്ക് അത്ഭുതം. ഇത്രയും സത്യമായ ഒരു ഉടമ്പടിയിൽ ഞങ്ങളുടെ കുടുംബത്തിനെ ജീവിതകാലം മുഴുവൻ അമ്മ നയിച്ചുകൊണ്ട് പോണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-50 തിരുവചനങ്ങൾ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും. അശ്വതിയുടെ വളരെ ശക്തമായ, വളരെ സ്നേഹത്തോടു കൂടെയുള്ള ഈശോ സ്നേഹം നിറഞ്ഞ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. മകൾ പറയുകയുണ്ടായി, അശ്വതി പറയുന്നു, എനിക്ക് വഴിയില്ലാതായ ഒരു ജീവിതം, എങ്ങോട്ട് തിരിയണം, UK-യിലായിരുന്നപ്പോൾ എനിക്ക് UK-യിലേക്ക് പോകണമെന്ന് പോലും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ശുശ്രൂഷകൻ ചോദിക്കുകയായിരുന്നു, നിങ്ങൾ പുറത്തു പോകാൻ റെഡിയായി വന്നവരാണോ എന്ന്. ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ വരുന്നവരും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നമ്മോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അത് നമുക്കൊരു സന്ദേശമായി കൈമാറുന്നതായി നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം പരിശുദ്ധ അമ്മ തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരോടും സംസാരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ ചലനങ്ങളും ഓരോ മണൽത്തരി പോലും നമുക്ക് ചലനം ഉള്ളതായി തോന്നുന്നതിന് കാരണം ഇത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത്. ഓരോരുത്തർക്കും പല രൂപത്തിലാണ് പരിശുദ്ധമ്മ ഈ തിരുസ്വരൂപം പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ഇതൊരു വളരെ വലുതാകുന്നതും കണ്ണടച്ച് തുറക്കുന്ന ഒരുപാട് പേർക്കാണ് വിഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളാണത്. അശ്വതിയുടെ സാക്ഷ്യം മറ്റൊന്നുമല്ല, മകൾക്കും അത് തന്നെയാണ് അനുഭവപ്പെട്ടത്. മകൾ പറയുന്നു, ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി എന്നത് വിസ ലഭിക്കുക, വിസ എക്സ്റ്റൻഷൻ കിട്ടുക എന്നുള്ളതല്ല എന്നുള്ളൊരു വലിയ ബോധ്യം ഈ ഒരു സ്ട്രഗിളിലൂടെ മകൾക്കുണ്ടായി. എന്തു തന്നെ വന്നാലും എനിക്ക് പരിശുദ്ധാമ്മയെ കാണാൻ വരണം, എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം. ഇതൊക്കെയാണ് ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളായിട്ട് അശ്വതി കണക്കാക്കുന്നത്.
കാരണം തൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് എന്നെ വഴിതിരിച്ചു വിട്ട ഒരു വലിയ അമ്മയാണ് എന്നോട് കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളൊരു വലിയ ബോധ്യം. ഈശോയിൽ നിന്ന് എനിക്കെല്ലാം ലഭിച്ചിരിക്കുന്നു. ഒരു വലിയ ആധ്യാത്മിക ബോധ്യത്തിലേക്ക് എത്തിയവരെല്ലാം പറയുന്നത് ഇനി എനിക്കൊന്നും ആവശ്യമില്ല, എനിക്കെല്ലാം തന്നെ പ്രാപിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് സ്നേഹം മാത്രം മതി, എനിക്ക് സ്നേഹം കൊടുത്താൽ മതി, ഈശോയിൽ ലയിക്കാനുള്ള ഒരു അനുഗ്രഹം മാത്രം മതി. അതാണ് നിത്യത എന്ന് പറയുന്നത്. ഈശോയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു വലിയ അനുഭവമാണത്. ഈ മകൾ പറയുന്നുണ്ട്, എനിക്ക് സ്പോൺസർഷിപ്പും UK വിസയും കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവൾക്ക് മനസ്സിലായത് ഇതാണ്, എൻ്റെ യോഗ്യതയല്ല കൃപയാണ് എന്നിൽ നിറഞ്ഞത്. അച്ഛനെപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ കൃപാസനത്തിൽ വന്നുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നതെല്ലാം തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് കൃപയാലാണ് നമുക്കെല്ലാം സാധ്യമാകുന്നത്. നമ്മുടെ ഒട്ടും തന്നെ നമുക്ക് എത്ര തന്നെ യോഗ്യതകൾ ഉണ്ടായാലും നമ്മുടെ സ്റ്റാറ്റസ് നാം ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് കൃപ നിറയുന്നത്. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ അഭിവാദനം ചെയ്ത് അതിന് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ഈ ദിവസങ്ങളിലെല്ലാം അച്ഛൻ നമുക്ക് നൽകുന്ന വിശുദ്ധ ബലിയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും അതാണ്. കൃപ എങ്ങനെയാണ് നമുക്ക് ആർജിച്ചെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വലിയ സന്ദേശങ്ങളാണ് അച്ഛൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അശ്വതി ഇപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോയിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ കൃപയാണ് ആർജിച്ചെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ വിസയ്ക്കുള്ള ഒരു കോൾ വന്നത് അച്ഛൻ സന്ദേശത്തിലൂടെ പറയുകയുണ്ടായി, 22 മണിക്കൂറിനുള്ളിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് 22 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശരിയായി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഈ മകൾക്ക് 20 ദിവസവും ഉടമ്പടിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് അരമണിക്കൂറിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയായി. ഒക്ടോബർ 14 ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ ഈ മകളെ വലിയ ഉയരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. വിസ റിന്യൂവൽ 3 വർഷത്തേക്കാണ്. അപ്പോൾ അവർ അതോടുകൂടി ആ മെസ്സേജ് ആഡ് ചെയ്ത് കൊടുത്തു, ഓൾ ക്രെഡിറ്റ് ഗോസ് ടു യുവർ കൃപാസനം മദർ. അതാണ് മറ്റുള്ളവർക്ക് പോലും, പ്രൊട്ടസ്റ്റൻസിന് പോലും, അമ്മയിൽ വിശ്വസിക്കാത്ത പല അക്രൈസ്തവരായ മക്കൾക്കും അതുപോലെ തന്നെ കത്തോലിക്കരായ മക്കൾ പോലും മനസ്സിലാക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എത്രയേറെ വിലയുള്ളതാണെന്നും എത്ര വലുതാണെന്നും. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയുടെ സ്പർശനവും ചലനവും നമുക്ക് കണ്ടു മനസ്സിലാക്കാനുള്ള വലിയ കൃപ. ഈ മകൾക്ക് സുഗന്ധാഭിഷേകവും അതുപോലെ തന്നെ ഒരുപാട് സ്വപ്ന ദർശനങ്ങളും. ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വരുന്നു, പരിശുദ്ധ അമ്മ സ്വപ്നത്തിലൂടെ പലതും വെളിപ്പെടുത്തുന്നു. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുമ്പോഴാണ്. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും, അശുദ്ധിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യോടിയോടെ ഈശോ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.